ജയ സാറേ സാറും എല്ലാം കണ്ടോ? സങ്കടമൊന്നുമില്ല. അങ്ങനെ ആകെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളിയും പോയി. പുതിയ ഷോറൂം ഉദ്ഘാടനം നിർവഹിച്ച മഹാകുംഭമേളയിലൂടെ വൈറലായ മോനി ഭോസ്ലെ എന്ന മൊണാലിസ. വിളിച്ചില്ല, വിളിക്കാതെ ചെന്ന തല്ലെന്നും പറഞ്ഞു. അയ്യോ എന്നാ ഞാൻ പോയി സദ്യ കഴിച്ചിട്ട് വരാം. ഹണി റോസിന്റെ ചെകിട്ടത്ത് കിട്ടിയ ഒരു അടിപൊളിയാണ് എനിക്ക് ഈ ഒരു തീരുമാനം തോന്നിയത്. ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ സുന വെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ജയിലിൽ കടന്നതിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി മുഴുവനായിട്ട് ഹണി റോസിന്റെ നേരെയാണ് പോകുന്നത്. ആരും ഫോൺ വിളിക്കുന്നില്ല, ഡേറ്റും ചോദിക്കുന്നില്ല. നമസ്കാരം. ഈ വേട്ടവിളൻ എന്താ ഈ കാണിച്ചു വെച്ചേക്കുന്നത്? ഈ പട്ടിയുടെ വാല് 12 കാലം കുഴലിലിട്ടാലും നിവരില്ലെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? ഇപ്പൊ പോകുമ്പോ ആൾക്കാര് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. മാലയമേലിക്കല്ല ഇപ്പൊ നോട്ടം. ഇതുവരെ മാലയായിരുന്നു നോക്കിയിരുന്നത്, ഇപ്പൊ മാലയിലേക്ക് നോക്കുന്നില്ല. ഇപ്പൊ ആരും മാലയിലല്ല നോക്കുന്നത്, അത് വാച്ചൻ അറിയാം. പിന്നെ എവിടാ വാച്ചൻ മുതലാളി നോക്കുന്നത്? അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. വൃത്തികെട്ട എടാ ഞാനൊന്ന് പറയട്ടാ. आपको कोई लवर है? नहीं, कुछ भी नहीं. It was a joke. വെരി ഫണ്ണി. അയ്യടാ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? അല്ല, കേരളത്തിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും എന്നെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, വേറെ ആരെങ്കിലും എന്നെ ഉദ്ദേശിച്ചല്ലെന്ന്. നിങ്ങളുടെ പേരക്കുട്ടി ആകാനുള്ള പ്രായം പോലും ആ കൊച്ചിനില്ല. 16 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടിയാണ് അടുത്തിരിക്കുന്നത്. പോക്സോ കേസ് ചുമത്താനുള്ള എല്ലാ വകുപ്പും നിങ്ങളുടെ മേലായിട്ടുണ്ട്. അതും അശ്ലീല സാഹിത്യകാരന്മാരെ വരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർണ്ണനകളും. നിനക്കതിലൊരു ഭാവി ഉണ്ട് മോനെ. അത്രയും നിഷ്കളങ്കമായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ള ആളുകളുടെ അടുത്തൊക്കെ നിങ്ങളുടെ ഈ ഒരു അപ്പൂപ്പനാകാൻ പ്രായമുള്ളവൻ അടുത്തിരുന്നുകൊണ്ട് പറയുന്നു കാമുകൻ എന്നെ ഉദ്ദേശിച്ചല്ലെന്ന്. വയസ്സാകാലത്ത് പെമ്പിളരെ കാണുമ്പോ എന്താ ഇളക്കം? കൊതുകിനുമില്ലേ ക്രിമികടി? നിങ്ങൾ ആരാ, എന്താണെന്നാ നിങ്ങളുടെ വിചാരം? കുറച്ച് പൈസ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഇത്രേ അധപ്പതിക്കരുത് മനുഷ്യൻ. പേടിക്കുന്നത് സാറിനെ വളർത്തി വലുതാക്കിയ മലയാളികളല്ലേ അവിടെ വെയിറ്റ് ചെയ്യണത്. എന്നെ വളർത്തി വലുതാക്കന്മാര് എന്നെ കൂവാൻ അവിടെ കാത്തേക്കാണ്. ഇതുകൊണ്ടൊന്നും നീ പരിപാടി നിർത്താൻ പോണില്ലെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. എടാ പോയത് പോട്ടറാ, നീ അടുത്ത പരിപാടി പിടിക്ക്. എടാ നിനക്കുള്ള